വിജയ നമസ്കാരം. നമസ്കാരം. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോ പുള്ളിക്കാരൻ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് വലിയ ചർച്ചയൊക്കെ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് വലിയ അഷുറൻസ് ഒക്കെ കൊടുത്തു. പുള്ളി പറയുന്നത് വലിയ ഊർജ്ജ പ്രതിസന്ധി ഒന്നും ഉണ്ടാവില്ല, അത് നമ്മൾ സംയുക്തമായി ചേർന്ന് എതിർക്കും. ഇറാന് നേരെ വലിയ രീതിയിലുള്ള പ്രസ്താവനയൊക്കെ ഇവിടെ നിന്ന് മാർക്കോ റുബിയോ ഇറക്കി. പക്ഷേ അതിനിടയിൽ മാർക്കോ റുബിയോ ചെയ്ത വേറൊരു കാര്യമുണ്ട്. അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മാധ്യമങ്ങളൊന്നും ഇത് വലിയ ചർച്ചയാക്കിയിട്ടില്ല, പക്ഷേ നമുക്കത് ചർച്ച ചെയ്യാതെ പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ ബംഗ്ലാദേശിനും ബംഗാളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ബംഗ്ലാദേശിൽ വേലി കെട്ടുമ്പോൾ ചങ്കിടിക്കുന്നത് ബംഗ്ലാദേശ് ബംഗാൾ അതിർത്തിയിൽ വേലി കെട്ടുമ്പോൾ ചങ്കിടിക്കുന്നത് ബംഗ്ലാദേശിലെ മതമൗലികവാദികൾക്കും അവിടെയുള്ള സർക്കാരിനുമാണ്. അവരത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അവര് മർമർ ചെയ്യുകയെന്നല്ല ചെയ്തത്, അവരത് തുറന്നു പറയുകയാണ്. വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയുന്നു. അവര് പല രീതിയിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഷെയ്ഖ് ഹസീന പറഞ്ഞൊരു കാര്യം, എന്നെ ഒരാൾ വന്ന് സമീപിച്ചിരുന്നു. അവർക്ക് വേണ്ടത് ഈ നോർത്ത് ഈസ്റ്റ് മുറിച്ച് അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റിക് നേഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവമാണ് അവർക്ക് വേണ്ടതെന്ന് ഷെയ്ഖ് ഹസീന, മുൻ പ്രധാനമന്ത്രി, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ മാർക്കോ റുബിയോ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം അയാള് മിഷണറീസ് ഓഫ് ചാരിറ്റി, അവിടെ മദർ തെരേസയുടെ മിഷണറി ആണെന്നാണ്, ചാരിറ്റി ഓർഗനൈസേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കോ റുബിയോ. അപ്പൊ ഈ പുള്ളിക്കാരനെ അവിടെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കാണാൻ സാധിക്കുന്നത്, 2 മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് റിപ്പോർട്ടഡ്ലി മെറ്റ് ഫോമർ വെസ്റ്റ് ബംഗാൾ CM മമതാ ബാനർജി എന്നുള്ളൊരു റിപ്പോർട്ട് അതിനുശേഷം പുറത്തു വരുന്നു. ഈ മാർക്കോ റുബിയോ അവിടെ പോയി വിസിറ്റ് ചെയ്തതിനു ശേഷം ആ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ 2 സിസ്റ്റർമാർ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയെ പോയി കാണുന്നു. മമതാ ബാനർജിയെ പോയി കണ്ട് അവര് ചർച്ച നടത്തുന്നു. അപ്പോൾ ഇത് ഒരു വലിയൊരു കോൺസ്പിറസിക്ക് ഇടയായിട്ടുണ്ട്. ഇപ്പോ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കില്ല, നാഷണൽ മീഡിയാസ് ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. എന്താണ് ഇവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണ ശകലം എന്നാണ് പല ആൾക്കാരും പ്രധാനമായിട്ടും ചോദിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ FCRA നിയമം അതൊക്കെ ഭേദഗതി ചെയ്ത ഒരു സമയത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ FCRA നിയമം ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് ഇത് ഭേദഗതി ചെയ്തപ്പോൾ അതിന് പ്രശ്നം ഉണ്ടാക്കിയ സംഘടനകൾ എന്ന് പറയുന്നത് കൂടുതലും ഈ മിഷണറി ഓർഗനൈസേഷൻസും ക്രിസ്ത്യൻ മിഷണറീസും ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി പോലുള്ള ആൾക്കാരുമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഈ സന്ദർശനത്തിൽ, മാർക്കോ റുബിയോയുടെ ഈ സന്ദർശനം, അത് കഴിഞ്ഞ് മമതാ ബാനർജി ഇപ്പൊ ചിത്രത്തിൽ പോലും ഇല്ല, TMC ഇവരാണ്, ബംഗാൾ മുഖ്യമന്ത്രിയല്ല. അപ്പൊ മമതാ ബാനർജിയെ ഇവര് പോയി കാണുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചനയുടെ ഒരു മണം വരുന്നില്ല എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാമ്പുണ്ടോ ചോദിച്ചേട്ടാ, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അപ്പൊ ചിന്തിക്കുന്നവർക്ക് അതിനകത്ത് കാര്യങ്ങളുണ്ട്. അത് ഒരു കാര്യം നമ്മൾ പറയാം. ഇതിനു മുമ്പ് നമ്മൾ ഈ ചർച്ച മുമ്പ് നമ്മൾ ഈ വർഷങ്ങൾ വെച്ച് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. 2024 കൂടി ഈ രാജ്യത്തെ ജിഹാദിസ്, അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിഘടനവാദികളുടെ നട്ടല് ഈ സർക്കാർ ഓടിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് 2020 മുതൽ അതിന്റെ നീക്കം തുടങ്ങി 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും. പക്ഷെ അപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, സ്കെൽട്ടൺസ് അവശേഷിക്കും, പൂർണ്ണമായി നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല ഒന്നിനെയും. അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്സൽ, അതിനോട് തന്നെ ആക്സസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മിഷണറീസ്. നക്സൽ വീണാൽ അടുത്തതായിട്ട് കളത്തിലിറങ്ങാൻ പോകുന്നത് ഈ പറയുന്ന മതപരിവർത്തന ലോബി ആയിരിക്കും. കാരണം ഈ നക്സൽസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മതപരിവർത്തന ലോബിയാണ്, ഛത്തീസ്ഗഡിലായാലും മറ്റുള്ളതായാലും. കാരണം ഇവരുടെ ഒരു ടെറിട്ടറി പോലെയാണ് നക്സൽ ഏരിയകൾ. അവിടെ പട്ടാളത്തിന് കയറാൻ പറ്റില്ല, പോലീസിന് കയറാൻ പറ്റില്ല. അതുവരെ അങ്ങനെ ആയിരുന്നു ഈ അടുത്ത കാലം വരെ. പക്ഷെ നമ്മൾ ഈ 2026 മാർച്ച് 31 പൂർണ്ണമായി നമ്മുടെ രാജ്യം നക്സൽ മുക്തമായി. ആ നക്സൽ മുക്തമായി കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായി മാളത്തിലിരിക്കുന്ന ബാക്കിയുള്ള വിഭാഗങ്ങൾ പുറത്തിറങ്ങിയേ പറ്റൂ. അവർക്കിനി മറയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അവർ ഇത്രയും നാൾ മറയ്ക്കുള്ളിൽ നിന്ന് എങ്ങനെയാണ് ആക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ നക്സൽ ബാധിത മേഖലകളിലൊക്കെ ആയിരുന്നു അവർ ഈ മതപരിവർത്തനം കടന്നു ചെല്ലുന്നു. ഈ നക്സലുകൾക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്യുന്നു, പണമായിട്ട്, ലാപ്ടോപ്പായിട്ട്, എന്തിനേറെ ആയുധങ്ങൾ വരെ പൊരുളിയിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ കാര്യം പറയാം. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ഇസ്ലാമിക്ക് അകത്ത് പോകേണ്ടി വന്നതും. അപ്പം ഇങ്ങനെയുള്ളൊരു ആക്സസ് ഉണ്ടായിരുന്നു. ആ ആക്സസ് തീർന്നു. ഇനി അടുത്തത് ലക്ഷ്യം വെക്കുന്ന ഇവിടെയാണ് FCRA എന്ന് പറയുന്ന നിയമത്തിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. കാരണം ഈ പുറത്തുനിന്നുള്ള ഫണ്ടാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നോർവേ, കാനഡ,
US, UK അങ്ങനെ പോകുന്ന യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ട് ഇവിടെ എത്തുന്നു. ചാരിറ്റിയുടെ പേരിലെത്തുന്നു, എഡ്യൂക്കേഷന്റെ പേരിലെത്തുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് ഫണ്ട് എത്തുന്നു. ഇതൊക്കെ ഈ ഫണ്ടൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അവിടെയാണ് FCRയുടെ പ്രാധാന്യം നിലനിൽക്കുന്നത്. ഈ ഒരു നിയമം കൂടെ വന്നപ്പോഴേക്കും വീണ്ടും മാളത്തിലിരിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പോഴേക്കും ഇതുവരെ മാളത്തിൽ ഒളിച്ചിരുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു അദൃശ്യമായ ഒന്നാണെങ്കിൽ അത് അദൃശ്യമല്ല, ഇപ്പോൾ സദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ കാഴ്ചയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അത് മാർക്കോ റൂബിയോയുടെ രീതിയിലേക്ക് വരുന്നു, ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ പുതിയ ഭരണകൂടത്തിന്റെ രീതിയിലേക്ക് വരുന്നു, ക്രോക്രോച്ച് പാർട്ടിയുടെ രീതിയിലേക്ക് വരുന്നു. അങ്ങനെ പതുക്കെ എല്ലാവരും തെളിഞ്ഞു വരികയാണ്. പണ്ടും നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, മാളത്തിനകത്തിരിക്കുന്ന അവസാനത്തെ മണ്ണര വരെ പുറത്തെത്തുന്നവരെ മോദി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അവസാന മണ്ണരയും എത്തുന്നവരെ അദ്ദേഹം അത് കാത്തിരിക്കും. ആ മണ്ണര കൂടെ എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ പിന്നീട് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് ഇതിനകത്ത് ആരംഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഒരു മണ്ണരകൾ ഇറങ്ങി 2024 ആ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരുന്ന ഒരു വിഘടനവാദ തീവ്രവാദ സംഘടനകൾ തീർന്നു. രണ്ടാമത്തേത് നക്സലായിരുന്നു. നക്സലെ തൊട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇവർക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പം അവർക്ക് പതുക്കെ വന്നു. കാരണം പഴയ കണക്ക് ഇപ്പൊ മനുഷ്യാവകാശം കൊണ്ടൊന്നും ഇപ്പൊ ഇറങ്ങാൻ പറ്റത്തില്ല, ജനം ഓടിച്ചിട്ട് അടിക്കും. അത് വന്നു. അതിന്റെ വന്നു കഴിഞ്ഞപ്പോഴാണ് FCR കൊണ്ടിരുന്നത്. അത് വന്നപ്പോൾ തന്നെ മോദി അടുത്ത കാര്യം എടുത്ത് മുമ്പോട്ട് നീക്കി FCR കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് ഇറങ്ങാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഇവിടത്തേക്ക് അവർക്ക് അപ്പോഴെന്തു പറ്റി, ഇവർക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ലോക സംഘടനകൾക്ക് ബ്രേക്ക് ആയി തുടങ്ങി. കാരണം അവർക്ക് ഫണ്ട് ഒരു അനുസൃതം എത്തിക്കാനുള്ള ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴെന്തു പറ്റുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഭരണകൂടങ്ങളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണകൂടമായിരുന്നു കുമാരി മമതാ ബാനർജിയുടെ ഭരണകൂടം. അപ്പോൾ മമതാ ബാനർജി വീണതോടുകൂടി അപകടം മണത്തു. പക്ഷെ അവർ ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കി എന്നുള്ളതാണ്. വിജയമൊക്കെ അത്തരത്തിലാണ് നമ്മൾ കാണാം. സാന്റിയാഗോ മാർട്ടിനാണ് വലിയ രീതിയിൽ അവിടെ പണമൊഴുക്കിയെന്നും സാന്റിയാഗോ മാർട്ടിന് വിദേശത്ത് നിന്ന് വന്ന പണമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്കതിന്റെ തെളിവുകളില്ല. ഒരുപക്ഷെ ഭാവിയിൽ ആ തെളിവുകൾ എത്തുമായിരിക്കാം. അതിന് തൊട്ടു പിന്നാലെയാണ് സമരം നടത്തുവാനായിട്ട് പുതിയൊരു സംഘടനയുടെ അനിവാര്യത. കാരണം വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിന്, ആ ശക്തി ചോർന്ന പ്രതിപക്ഷത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ കാരണം ഇന്ത്യ മുന്നണിക്ക് അകത്ത് തന്നെ അനവധി പ്രശ്നങ്ങളുണ്ട്. മമതയും കോൺഗ്രസും തമ്മിൽ ചേരില്ല, DMKയും കോൺഗ്രസും തമ്മിൽ ചേരില്ല. അങ്ങനെ അനൈക്യപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷത്തെ ഏകീകരിച്ച് മുൻപോട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അവിടേക്കാണ് യുവാക്കൾ എന്ന വ്യാജേന ക്രോക്രോച്ച് പാർട്ടി കടന്നു വരുന്നത്. ആ പാർട്ടിയുടെ തലപ്പത്തൊന്നും യുവാക്കൾ ആരും തന്നെ ഇല്ല. ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള, ശശി തരൂരിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റിന്റെ തത്വാചാര്യന്മാരെ പോലെയുള്ള പ്രായം കൂടിയവർ തന്നെയാണ് അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങളും. അവർക്കും അധികം നേരം ഈ പാർട്ടികൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരൊക്കെ ഇപ്പൊ പ്രസ്ഥാനമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇന്നിപ്പോ KC വേണുഗോപാലിന്റെ പ്രസ്താവനയുണ്ട്, യുവാക്കളുടെ പ്രതിഷേധമാണ് എന്നുള്ളത്. പക്ഷെ സത്യത്തിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ പരാജയമാണ് ഇങ്ങനെയുള്ള സംഘടനകൾ ഉയർന്നു വരുന്നത്. അവർ ശക്തമായ ഒരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഘടന ഉയർന്നു വരില്ലായിരുന്നല്ലോ. അപ്പോൾ അവർ നിശ്ചിതമായിക്കൊണ്ടിരിക്കുന്നു. ഇത് ആം ആദ്മി വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തേക്ക് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുക. ഇപ്പോഴും നമ്മൾ പല സോഷ്യൽ മീഡിയയിലും മനോരമയുടെ മാതൃഭൂമിയുടെ ഒക്കെ വാർത്ത വന്നു കഴിയുമ്പോൾ അതിന്റെ താഴത്തെ കമന്റുകൾ പരിശോധിച്ചാൽ അത് കൂടിയ പങ്കും തെരുവിലിറങ്ങുന്നതാണ്. നമ്മുടെ മൗദൂദി ചാനലിൽ എപ്പോ അവരുടെ അടുപ്പൂട്ടി ചർച്ച നടത്തിയാൽ അതിലൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങും കത്തിക്കും. ഇതാണ്. അപ്പൊ തെരുവിലിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. തെരുവിലിറക്കുക എന്നുള്ളതാണ് മോദിയുടെ ലക്ഷ്യം. തെരുവിലിറങ്ങണം എന്നുള്ളതാണ് മോദി ആഗ്രഹിക്കുന്നതും. കാരണം ഇതുപോലൊരു സമരം ഉണ്ടായിരുന്നു, പൗരത്വ ഭേദഗതി സമരം. ആ പൗരത്വ ഭേദഗതി സമരത്തിന് 1 വർഷമാണ് ഷഹീൻ ബാഗിലെ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട സമരം നടന്നത്. മനുഷ്യൻ അറിയാവുന്നതാണ് അത്. സമരം നടന്നത് അന്ന് എല്ലാവരും മോദി എന്തെടുക്കായിരുന്നു എല്ലാവരും ചോദിച്ചു. അദ്ദേഹം ഒന്നും എടുക്കുകയായിരുന്നില്ല. ഈ മാളത്തിലിരിക്കുന്ന അവസാനത്തെ മണ്ണരോടെ പുറത്തിറങ്ങാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാം ഇറങ്ങിക്കഴിഞ്ഞ അവസാനം സംഭവിച്ചത് എന്താണ്? അടിച്ചുവാരി തൂത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കംപ്ലീറ്റ് ഉണ്ടെന്ന് തൂത്തുവാരി ഇട്ടില്ലേ? ആ പൗരത്വ ഭേദഗതി സമരത്തിന്റെ നിർണായകനായിട്ടുള്ള ഡൽഹിയിലെ മറ്റേ കൗൺസിലർ, അവനിപ്പോ എവിടെയാണ് കിടക്കുന്നത്? ജയിലിലാണ്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. പുള്ളിയാണ് തോക്കൊക്കെ ചൂണ്ടിക്കൊണ്ട് വലിയ അഭ്യാസവും വെടിവെപ്പൊക്കെ നടത്തിയത്. അവന്മാരെല്ലാം ഇപ്പോൾ അകത്തായിട്ടുണ്ട്. ഈ അടുത്ത് ഖാലിദ് ഉമറിന് ജാമ്യം കിട്ടി. അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ കുറച്ച് ദിവസത്തേക്ക് ജാമ്യം കൊടുത്തിരുന്നു. അതല്ലാതെ ഇപ്പോഴും പുള്ളി അകത്താണ്. കോടതി തന്നെ പറഞ്ഞു, നീ അകത്ത് കിടന്നാൽ മതി, പുറത്തോട്ടോ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനെ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തത് നക്സലിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന മിഷണറി ഗ്രൂപ്പ്സ് എല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. മിഷണറി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പോകുന്ന സഭകളുണ്ട്, അവരെ അല്ല ഈ പറയുന്നത്. ഈ രാജ്യത്ത് സ്വന്തമായി രാജ്യം സ്ഥാപിക്കാനും ഈ രാജ്യം പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒത്താശ ചെയ്യാനും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇംഗിതങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ വിദേശ രാജ്യങ്ങളാണ്. മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ചൈനയായിരുന്നു. കാരണം അവർക്ക് ഈ പാർട്ടികളെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി. ഇപ്പോൾ ഒരു വികസന പ്രവർത്തനം വരുന്നു, ഒരു തുറമുഖം വരുന്നു, ഉടനെ കമ്മ്യൂണിസ്റ്റുകൾ പണ്ട് സമരം ചെയ്ത് ഇറങ്ങുമായിരുന്നു. അത് ചൈനയുടെ ആവശ്യമായിരുന്നു ഇവിടെ തുറമുഖം വരണ്ടെന്നുള്ളത്. ഇപ്പൊ ആ പണി കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നത്. ഇപ്പോൾ ഈ പറയുന്ന മിഷണറികൾ, ക്രിസ്ത്യൻ മിഷണറികൾ തന്നെ
കൂടുതൽ ആയിട്ട് അവരുടെ ചാരിറ്റികളും ഒക്കെ അതൊക്കെ ഇപ്പോൾ പച്ചയായിട്ട് ഇറങ്ങുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഇതൊരു ആളി കത്തിച്ചൊരു വലിയ പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. കാരണം അവർ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷെ അവർ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 22 സ്റ്റേറ്റ് ഭരിക്കുന്നത് BJP ആണ്. ഇനി ബാക്കി കുറച്ച് സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഒരു 7 സ്റ്റേറ്റ് 6-7 സ്റ്റേറ്റുകൾ കൂടിയേ ഉള്ളൂ ബാക്കിയുള്ള പാർട്ടികളുടെ കയ്യിൽ ഇരിക്കുന്നത് തന്നെ. അപ്പൊ അതും ഇനിയിപ്പോ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ തെലങ്കാനയുടെ ഹിമാചൽ പ്രദേശിന്റെ ഒക്കെ ഭാവി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പഞ്ചാബ് ഉണ്ട്, അപ്പം അങ്ങനെ നിൽക്കുന്ന ഉത്തർപ്രദേശ് ഉണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങൾ ചിലപ്പോൾ ആ BJPയുടെ ഈ 22 എന്നുള്ളത് ചിലപ്പോൾ 23 24 ആയി മാറിയേക്കാം. പിന്നെ അവശേഷിക്കുന്ന 3-4 സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റിലെങ്കിലും നിലനിൽക്കുന്ന വേണ്ടിയിട്ട് അവസാന പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വിദേശ പ്രഷറുകളൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ ഏൽക്കുന്നില്ല. അങ്ങനെ ഏക്കുമായിരുന്നെങ്കിൽ വ്യാപാര കരാർ പണ്ടേക്ക് ഇന്ത്യ ഒപ്പുവെച്ചാല് അത് ഏൽക്കുന്നില്ല. പഴയതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരെ കൂടെ കളത്തിലിറക്കിക്കൊണ്ട് വലിയൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. അതിർത്തിയിലും ആണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ ഇന്ത്യക്കെതിരെ ഒരു വലിയ ഐക്യനിര രൂപപ്പെടുത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ഇവർ പറയുന്നത് സംഘികൾക്കെതിരാണ്, മോദിക്കെതിരാണ്. ശരിക്കും അതല്ല, ഇന്ത്യക്കെതിരാണ്. ഇതേ രീതിയിൽ ഇന്ത്യ പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഇന്ത്യയിലുള്ള സ്വാധീനം കുറയും. അവർക്ക് പഴയതുപോലെ നിയന്ത്രിക്കാൻ കഴിയില്ല. മൻമോഹൻ സിംഗിന്റെ കാലത്തെ പോലെ UPAയുടെ കാലത്തെ പോലെ നിയന്ത്രിക്കാനോ കയറി നിറങ്ങാനോ കഴിയില്ല. നമുക്കറിയാം, ഒരു നിസ്സാര ഉദാഹരണം ഞാൻ പറയാം. ഈ കേരളത്തിലെ നിയമസഭ ഇപ്പോൾ കൂടിയല്ലോ. അതിൽ മന്ത്രിമാരെ നിശ്ചയിച്ചപ്പോൾ മന്ത്രിമാർക്ക് വേണ്ടിയിട്ട് സമുദായങ്ങൾ മുന്നറിയിപ്പാണ് നൽകുന്നത്, അല്ലാതെ ഒരു അപേക്ഷയല്ല കൊടുക്കുന്നത്. ഞങ്ങളെ പരിഗണിക്കണമെന്നല്ല അവർ പറയുന്നത്. ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേ രീതിയിൽ ഒരു ഫുൾ പവർ ആയിരുന്നു കേന്ദ്ര സർക്കാരിനെ ചൂണ്ടുവിരലിൽ നിർത്തുക എന്നുള്ളതാണ്. കാരണം ഈ കടലോരങ്ങൾ മുഴുവൻ ആണ് ഈ മിഷണറി പ്രവർത്തനം കൂടുതലായി നടക്കുന്നത്. തമിഴ്നാട്, കേരളം, ആന്ധ്ര, തെലുങ്കാന. തമിഴ്നാട്ടിൽ അവരവരുടെ സ്വപ്നം വിജയിലൂടെ ഏകദേശം നടപ്പാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ഈ പുതിയൊരു ഭരണമാറ്റത്തിന് തുടക്കം വന്നത്. കാരണം ഇതുവരെ നമുക്ക് കാണാത്തൊരു പുതിയ പൊളിറ്റിക്സ് ആണ് തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് അവരുടെ ലൈനിലേക്കാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നു പോകണം എന്നവർ കരുതുന്നു. സാധ്യമാകുമോ എന്നുള്ള കാര്യം ഇനി സംശയമാണ്. കാരണം വിഴിഞ്ഞം കൂടി വന്ന സ്ഥിതിക്ക്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. ആന്ധ്രയിലും BJP ആണ് ഭരിക്കുന്നത്, നടക്കില്ല. തെലുങ്കാന, പിന്നെയുള്ള തീരപ്രദേശങ്ങളിൽ വലുതായിട്ട് ഇവരുടെ വർക്കുകൾ നടക്കുന്നില്ല എന്നുള്ളത്. പിന്നുള്ളത് ഗുജറാത്തും അങ്ങനെയുള്ള ഭാഗങ്ങളാണ്, മഹാരാഷ്ട്രയൊക്കെയാണ്. അവിടെ വലുതായിട്ടില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പുറമെ ഞങ്ങൾ മറ്റേ ഈ മൗദൂദികളുടെ സിസ്റ്റമാണ്. മൗദൂദികൾ പുറമെ നല്ല സ്നേഹത്തിലാണ് വർത്തമാനം പറയുന്നത്, നല്ല സാഹിത്യത്തിലാണ് വിഷം പുരട്ടി തരുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് ഇവരും. ഞങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ വന്നതല്ലേ, നിങ്ങളുടെ ഇടയിൽ പാവങ്ങളില്ലേ, അവരെ സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. നിങ്ങളുടെ ജാതി വ്യത്യാസമില്ലേ, അത് മാറ്റിക്കൂടെ എന്ന് വെച്ചാൽ ഉത്തരമില്ല. ഹിന്ദുക്കളെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് മെയിൻ പണി. ആ ഹിന്ദുക്കളെ ഉദ്ധരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മറുവിഭാഗം നീങ്ങിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഈ രാജ്യത്ത് അങ്ങനെ തുറസായിട്ടൊരു മതപരിവർത്തനം നടത്താനുള്ള ഒരു അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കുമോ. അത് ഇപ്പൊ നമുക്ക് ലഘുലേഖ കൊടുക്കാനോ ഇല്ലെങ്കിൽ നമ്മുടെ ആശയം പ്രചരിപ്പിക്കാൻ പറ്റും. അതല്ലാതെ വേറൊരെണ്ണത്തിന് ഫോഴ്സ്ഫുള്ളി മതപരിവർത്തനത്തിന് ആരെങ്കിലും ശ്രമിച്ചാൽ സമ്മതിക്കുമോ? ജിഹാദിനെതിരെ മതപരിവർത്തനം നടത്തണ്ട. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ച ഒരു വാർത്തയാണ്. അത് ഒരു വാർത്ത എന്ന രീതിയിൽ നോർമൽ ഒരു വാർത്തയാണ്. പക്ഷെ ഞാൻ അതിനകത്ത് കണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ വിജയ് അവിടെ അധികാരത്തിൽ കയറി കഴിഞ്ഞ് വിജയ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഒരു ദിവസം തമിഴ് പത്രങ്ങളിലും മലയാള മാധ്യമങ്ങളിലും ഒരു വാർത്ത പെട്ടെന്ന് വൈറലാവുന്നു. ആ വൈറലാവുന്ന വാർത്ത വിജയുടെ ഒരു കടുത്ത അനുയായിയായിട്ടുള്ള ഒരു സിനിമാ നടനുണ്ട് അവിടെ. നമുക്കറിയാം സിനിമ മനുഷ്യന്റെ മനസ്സുകളെ എത്രയധികം സ്വാധീനിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയ് അവിടെ അധികാരത്തിൽ കയറിയത്. അപ്പോൾ ഈ സിനിമാ നടൻ പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറയുകയാണ്, ഞാൻ ഒരു ഹിന്ദു ആയിരുന്നു, ഞാനിപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ ഭയങ്കര അനീതിയാണ്, അക്രമമാണ്. ഒരു അമ്പലത്തിൽ ചെന്നാൽ പോലും ഭയങ്കര ഹയറാർക്കികളാണ്. പക്ഷെ ഇസ്ലാം മതത്തിൽ അതില്ല, വളരെ സുന്ദരമാണ് ആ മതം. അപ്പൊ ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യണ്ട. ഇതൊക്കെ ഒരു ചെറിയൊരു ടെസ്റ്റ് ഡോസ് ആണ്. ഇത് ഇട്ടുകൊടുക്കുമ്പോൾ വിജയെ സപ്പോർട്ട് ചെയ്യുന്ന ജെൻസി തലമുറ ഉണ്ടല്ലോ, അവരിപ്പോ വിജയ്ക്ക് വേണ്ടി മരിക്കും. നോക്കുമ്പം നമ്മുടെ അണ്ണന്റെ അനുയായി തന്നെ മതം മാറിയിരിക്കുന്നു, പിന്നെ നാളെ നമുക്ക് മാറിയാൽ എന്താ കുഴപ്പം എന്ന് അവർ ചിന്തിച്ചുകൂടായികയില്ലല്ലോ. അല്ല, അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലും മറ്റും എഴുതി അത്യാവശ്യം റീച്ചുള്ളവരെ ഇവർ പലക്കെ ദുബായിലേക്ക് ഒരു ടിക്കറ്റ് കാണിക്കും. ദുബായിലേക്ക് 2 ദിവസം കൊണ്ട് കറക്കും, ഇല്ലെങ്കിൽ ഒരാഴ്ച കറക്കും, കുറെ ഈന്തപ്പഴം കൊടുക്കും, കുറച്ച് ക്യാഷും കൊടുക്കും. പിന്നെ അവരിവിടെ വന്നിട്ട് ഭയങ്കര എഴുത്താണ്. എന്നിട്ട് ഇവരുടെ ഒറ്റ നോട്ടത്തിൽ ഇവരുടെ എഴുത്തേണ്ട മതേതരത്വമാണെന്ന് തോന്നുന്നു. മതേതരത്വമല്ല, കൃത്യമായി തന്നെ മതത്തിലേക്ക് പോകാനുള്ള വഴിവെട്ടി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ പറയുന്നുണ്ട് ഞങ്ങളെ എന്തിനു തടയുന്നു? നിങ്ങളുടെയൊക്കെ പെമ്പിള്ളാരെ മുസ്ലിംസ് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കരച്ചിലാണല്ലോ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ്.
മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തിനാ പിന്നെ കരയുന്നത്? വിശാല മനസ്കരാണെങ്കിൽ അങ്ങോട്ടും വിട്ടുകൊടുക്കണ്ടേ? അങ്ങോട്ട് വിട്ടുകൊടുക്കണം, ഇങ്ങോട്ടും വിട്ടുകൊടുക്കണം. ഇനി ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, പസ്മന്ത മുസ്ലിംസ് ഉണ്ട് യു പിയിലും ബീഹാറിലും. അവിടെ എവിടെങ്കിലും പോയിട്ട് ഇവർ മതപരിവർത്തനം നടത്തുന്നത് കേട്ടിട്ടുണ്ടോ? ഇന്ത്യക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഈ പറയുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ. അവിടെ എവിടെങ്കിലും ഇവർ പോയി മതപരിവർത്തനം നടത്തുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ വന്ന് വളച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഈ നിരാലംബരായ അല്ലെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഏതെങ്കിലും ജനവിഭാഗം ഉണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കാൻ ആരെങ്കിലും വരികയും ഇതിനെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടോ പ്രകോപിച്ചിട്ടോ കാര്യമില്ല. ഒരു സൈഡിൽ അത് തുടരുമ്പോൾ മറു സൈഡിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും. അത് ഡെഫിനറ്റ് ആണ്. അതിപ്പം മോദി ഭരിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടാകും. ഗ്രേം സ്റ്റാം ഒക്കെ സംഭവം നടക്കുമ്പോൾ മോദി ഭരിച്ചിട്ടായിരുന്നു. 92 മറ്റോ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അന്ന് ഇവിടെ മോദിയും ഗീതിയൊന്നും ഇല്ല, BJP നേരവേ ഇല്ലായിരുന്നു. അന്ന് അത് സംഭവിച്ചു. അപ്പൊ അത് സംഭവിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഇത് അതല്ല പ്രശ്നം. ഇത് ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ അജണ്ടകൾ ഇവിടെ നടപ്പാക്കണമെങ്കിൽ അവരുടേതായ ഒരു ഭരണകൂടം വേണം, ഇല്ലെങ്കിൽ നടക്കില്ല. ഇതൊന്നും ആലോചിച്ച് നോക്കൂ. ഈ വ്യാപാര കരാറിന്റെ ചർച്ച ഇപ്പൊ 8ാമത്തെ റൗണ്ടാണ് ഈ മാർക്കോ റൂബിയോ. എനിക്ക് തോന്നുന്നു 8ഓ 9ഓ, എനിക്ക് തോന്നുന്നു. ഞാനിത് കൃത്യമായി പറയാൻ കാരണം എന്താണെന്ന് അറിയാം ധനുഷേ, നമ്മൾ തന്നെ ചർച്ചയ്ക്ക് ഇരുന്നിട്ട് ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ ചർച്ച നടത്താറുണ്ട്, ഇതിനെക്കുറിച്ച് അനാലിസിസ് നടത്താറുണ്ട്. 2ാം റൗണ്ട്, 3ാം റൗണ്ട്, ഇപ്പൊ 6ാം റൗണ്ട് എന്ന് പറയും. ഇതെനിക്കൊന്ന് 8ാം റൗണ്ട് 9ാമത്തെ റൗണ്ട് അങ്ങാണ്ടായി നടക്കാം. ഇത്ര റൗണ്ട് നീണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? പഴയതായിരുന്നെങ്കിൽ കൊണ്ട് ഒപ്പിട്ട് അപ്പോഴേ കൊടുത്തേനെ, വേണമെങ്കിൽ ഈ രാജ്യം തന്നെ എഴുതി കൊടുത്തേനെ. അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഇവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി പ്രക്ഷോഭമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആ പ്രക്ഷോഭം കൂടെ ഒതുങ്ങിക്കഴിഞ്ഞാൽ പറ്റുന്ന സംഭവം എന്താണെന്ന് അറിയാവോ? പിന്നെ ഈ രാജ്യത്ത് ഇത്തരം വിഘടനവാദികളെ ഒരു സൈഡായി പോകുന്നു. ഇപ്പൊ തന്നെ ഒരു വിഭാഗം സൈഡായി തുടങ്ങിയിട്ടുണ്ട്, മറുവിഭാഗവും ആ സൈഡിലേക്ക് നീങ്ങി തുടങ്ങുന്നതിന്റെ ഒരു കാഴ്ച. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം വിഭാഗം അവർ തന്നെ പറയുന്നു, മൗദൂദികൾ സ്ഥിരം പറയുന്നതാണ്, ഇപ്പം നമ്മളെ ഒരു സൈഡാക്കി തുടങ്ങിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ ഈ മുഖ്യധാരയിൽ നിന്ന് അകന്നു തുടങ്ങിയിട്ടുണ്ട്, നമ്മളിപ്പോ ആരും അങ്ങനെ വലുതായിട്ട് അടുപ്പിക്കുന്നില്ല എന്നവർ പറയുന്നതിന് കാരണം വെച്ചാൽ അവരുടെ തെറ്റല്ലത്. അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ ആ സ്ഥലത്തിലേക്ക് ഒരു ചാപ്പ കുത്തി ഇടിച്ചു കൊടുത്തതാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടന. ഈ ക്രിസ്ത്യൻ സഭകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ സഭകൾ എല്ലാവരും ഈ മതപരിവർത്തന ലോബി അല്ല, നല്ല സഭകൾ ഒരുപാടുണ്ട്. അവരെ കൂടെ ഈ ട്രാപ്പിലേക്ക് പെടുത്തി ഞാൻ ചോദിച്ചിട്ട് കുറെ ഹിന്ദുക്കൾ നാളെ മുതൽ അഴിഞ്ഞാടാൻ തീരുമാനിച്ചു എന്ന് വെച്ചു. ഏതെങ്കിലും പേരിൽ അഴിഞ്ഞാടാൻ തീരുമാനിച്ചാൽ നാളെ മറ്റുള്ളവർ നമ്മളെ കാണുന്നത് എങ്ങനെയായിരിക്കും? ഹിന്ദുക്കളെ കാണുന്നത് എങ്ങനെയായിരിക്കും? വൃത്തികെട്ടവന്മാർ, ഭീകരന്മാർ, അല്ലെ? നമ്മൾ വഴിനീളെ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ആ രീതിയിലേ കാണത്തുള്ളൂ. അങ്ങനെ ആയിക്കഴിയുമ്പോഴാണ് ഒരു സമൂഹം മുഴുവൻ ചാപ്പ കുത്തിപ്പെടുന്നത്. ഇല്ലെങ്കിൽ ചാപ്പ കുത്തില്ല. അതായത് നമ്മുടെ സമുദായങ്ങളെ എങ്ങനെയാണ് ചാപ്പ കുത്തുന്നത്? അവൻ കൊള്ളാത്തവൻ, ഇവൻ കൊള്ളാം, നമ്മളൊരു കഥയും ഉണ്ടാക്കി വിടുകയാണ്. അപ്പോഴാണ് ചാപ്പ കുത്തൽ വരുന്നത്. ആ ചാപ്പ കുത്തലിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ രംഗത്തിറങ്ങേണ്ട സാഹചര്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയും വരത്തില്ല, കാനഡയും വരത്തില്ല രക്ഷിക്കാൻ. നമുക്ക് ഈ രാജ്യം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ മണ്ണാണ്, നമ്മുടെ എല്ലാവരുടെയും മണ്ണാണ്. ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, ഒരു ജാതിയുടെ ഒന്നും മണ്ണല്ല ഈ ഭാരതം. നമ്മളൊക്കെ തന്നെ ജനിച്ചു വളർന്ന നമ്മുടെ പൂർവികന്മാരുടെ മണ്ണാണ്, അവരുറങ്ങുന്ന മണ്ണാണ്. അത് സംരക്ഷിച്ച് നിർത്തേണ്ട കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. അതാണ് ഇപ്പൊ പാറ്റകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം. അതാണ്, നാളെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പാറ്റകളുടെ ഒന്നും കൂടെ ഒരാളും കാണത്തില്ല. അവരെ തള്ളിപ്പറയുന്നവരുടെ എണ്ണമായിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മളിത് ഒരുപാട് കണ്ടതാണ്. നമ്മളിപ്പോ ആദ്യമായിട്ടല്ല ഈ സാധനം. ഇപ്പൊ ഞാനൊക്കെ ധനുഷിപ്പ് എൻ്റെ അടുത്ത് പറയും, കഴിഞ്ഞ ദിവസം ധനുഷ് ഭയങ്കര വികാരാധീനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അണ്ണാ ഈ ഇവന്മാരുടെ എണ്ണം കൂടുന്നത് ഇത് വലിയ പ്രശ്നമാകുമെന്ന് വെച്ചപ്പോൾ ഞാൻ അപ്പോഴും പൂർണ്ണമായിട്ട് ചിരിച്ചോണ്ടല്ലേ ഇരുന്നത്. കാരണം ഞാൻ 29 വർഷമാണ് ഇപ്പം ഞാനിപ്പോ ഈ ജേർണലിസം തന്നെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര പാറ്റകൾ വന്നുപോയി, ഈ രാജ്യത്ത് എന്തൊക്കെ പുകലുണ്ടായിരുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജോലിയുടെ എക്സ്പീരിയൻസ് മാത്രമല്ല ഒരു മനുഷ്യൻ്റെത്. ഒരു 50 വയസ്സുള്ള ഒരു മനുഷ്യന് അത്രയും വർഷത്തെ ജീവിത എക്സ്പീരിയൻസോടെ ഉണ്ട്. അവന്റെ ജീവിതത്തിന് മുമ്പിൽ കൂടെ കടന്നുപോയ ഒരുപാട് സംഭവങ്ങൾ, അത് വെച്ചിട്ടാണ് അവൻ അനാലിസിസ് ചെയ്യുന്നത്. ഇത് എവിടം വരെ പോകും? ഒരു ഭരണാധികാരിയും അങ്ങനെയാണ്, ഇത് എവിടം വരെ പോകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഇവൻ പോസ്റ്റ് ഇടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവൻ കമന്റുകൾ ഇടുന്നുണ്ട്, ഇവൻ എവിടം വരെ പോകും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. കാരണം എന്താണ്, നമ്മുടെ ലൈഫ് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. പണ്ടുള്ളവർ പറയത്തില്ല ഞാൻ നിന്നേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഓണം കൊണ്ടിട്ടുണ്ടെന്ന്. അതൊരു ഭംഗിതരാണ് പറയുന്ന വാക്കല്ല, അയാളുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിന് വലിയ, അതുകൊണ്ടാണ് ഈ പാറ്റകൾ വന്നാലും ഇനിയിപ്പോ നാളെ അതിനേക്കാൾ വലിയ എലികൾ ഇറങ്ങാം ഒരുപക്ഷെ, അതൊക്കെ വന്നാലും ഇതൊന്നും പിടിച്ചു നിൽക്കില്ല. കാരണം ഇതിനൊക്കെയുള്ള ഒരുപാട് മൂവ്മെന്റിന് സാക്ഷ്യം വഹിച്ചൊരു രാജ്യമാണിത്. ആ മൂവ്മെന്റുകൾ എന്തുകൊണ്ട് തകർന്നു വെച്ചാൽ ആ മൂവ്മെന്റുകൾക്ക് ലക്ഷ്യം ഈ രാജ്യം പിടിച്ചെടുക്കുക, അവരുടേതായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക, വിഘടന സ്വഭാവം ഉള്ളത് കൊണ്ടായിരുന്നു. അല്ലാതെ എത്രയോ നല്ല മൂവ്മെന്റ്, നക്സൽ മൂവ്മെന്റ് ഒന്നും മോശമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. 1960-കളിൽ നക്സൽ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വലുതായിരുന്നു. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുക, ജന്മി കുടിയാൻ വ്യവസ്ഥ ഇല്ലാതാക്കുക, തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കുക. പക്ഷെ പിന്നീട് അവരുടെ ട്രാക്ക് എങ്ങോട്ടാണ് പോയത്? ആളുകളെ കൊന്നും കൊലവിളിച്ചും പോയി കഴിഞ്ഞപ്പോഴല്ലേ നമ്മുടെ കേരളത്തിലൊക്കെ എത്രയോ പേര് നക്സൽ
ആകൃഷ്ടരായിരുന്ന പിള്ളേരുണ്ടായിരുന്നു, യുവാക്കളുണ്ടായിരുന്നു പണ്ട്, ഹിപ്പിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി നടക്കുന്ന ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. അത് പിന്നീട് എന്താണ് അവരുടെ ട്രാക്ക് മാറിയപ്പോഴാണ് അത് മോശപ്പെട്ടു പോയത്. അപ്പൊ എല്ലാത്തിന്റെയും ഉദ്ദേശം നല്ലതാണെങ്കിൽ ആളുകൾ കൂടെ നിൽക്കും, ഇല്ലായെങ്കിൽ അത് തകർന്നു പോകും. നമ്മൾ കണ്ടതാണ് ജന്തർ മന്ദിറിൽ അണ്ണാ ഹസാരെ നടത്തിയ സമരം, എന്തോ ഒരു ജനമായിരുന്നു സപ്പോർട്ട് ചെയ്തത്. കാരണം അതിന്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, കൃത്യമായ ഒരു ലക്ഷ്യമായിരുന്നു അതിനുണ്ടായിരുന്നു. നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, ലോക്പാൽ ബില്ല് കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമായതുകൊണ്ടാണ് ആ ജനം കൂടെ നിന്നത്. ഇപ്പോൾ ഈ പാറ്റകളുടെ കാര്യം അങ്ങനെയാണ്, ഞങ്ങൾ കയറിയാൽ അത് ചെയ്യും, ഞങ്ങൾ കയറിയാൽ ഇത് ചെയ്യും, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കൊന്നുകളയും, തിന്നുകളയും. അപ്പൊ അതുകൊണ്ട് അതിന് നിലനിൽപ്പില്ലെന്നേ. കാരണം ഈ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു മനസ്സുണ്ട്, ആ മനസ്സിനെ തൊട്ടറിയുന്നവരാണ് പൊളിറ്റീഷ്യൻസ്, പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ ആ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരുത്തന്റെ മനസ്സ് കൃത്യമായി അറിയാമെങ്കിൽ അത് നമുക്കറിയാം അവരെവിടം വരെ പോകുന്നു. പിന്നെ പുറമേ ഉള്ള ഇതൊരു സിനിമയൊക്കെ ഹിറ്റ് ആകുമ്പോൾ കിട്ടുന്ന ഒരു വൈറൽ എഫക്ട് മാത്രം ഞാൻ ഇതിനെ കാണുന്നത്. ചില സിനിമകളൊക്കെ ഹിറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സൂപ്പർ പടവാ, ഞാൻ പറയും ധനുഷ് പടം കണ്ടില്ലേലും ധനുഷ് പറയും അണ്ണം പറഞ്ഞിട്ടുണ്ട് സൂപ്പർ, അപ്പൊ നീയും പറയും സൂപ്പറാണ്, പലരും പറയും സൂപ്പറാണ്. അങ്ങനെ ഫേസ്ബുക്കിൽ ഈ സിനിമ കാണാത്തവരാണ് കൂടുതൽ ഈ ഫേസ്ബുക്കിൽ എഴുതുന്നത്, കിടിലം തകർത്തു, അവൻ സിനിമ കണ്ടിട്ടേ ഇല്ല കൂടുതലും പേര്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ബൂമിങ് കിട്ടുക, അത്ര മാത്രമാണ് ഇതിന് സംഭവിക്കുന്നത്. ഈ പാറ്റകളുടെ കാര്യം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നില്ല പാറ്റകൾ മാക്സിമം ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ പ്രവചിക്കുന്നു 1 മന്തിനപ്പുറം പോയില്ല. ഇതിന്റെ ഒരു ഉള്ളുകള്ളികളൊക്കെ തിരിച്ചറിഞ്ഞ് ജനം ഈ പാറ്റകളെ വഴി കാണുമ്പോൾ തന്നെ കല്ലെറിഞ്ഞു ഓടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. 1 മാസം പോലും വേണ്ട മനുഷ്യ, എഴുതി വെച്ചോ. ഇപ്പൊ ഡേറ്റ് ഇപ്പൊ എന്നത്ര 24 അടുത്ത മാസം 24 മുമ്പ് പാറ്റകളുടെ കാര്യത്തിൽ തീരുമാനവും. പക്ഷെ പാറ്റകൾ പോയി കഴിഞ്ഞാൽ പാറ്റകൾ ഇപ്പൊ നോക്കിക്കോ, ഈ പാറ്റകൾ ഇപ്പൊ വന്നില്ലേ, ഇതേപോലെ കുറെ സംഘടനകൾ ഇപ്പൊ വരാൻ തുടങ്ങി, പല പല വിചിത്രമായ പേരുകളിൽ. ഇതിപ്പോ യൂറോപ്പിലൊക്കെ നേരത്തെ ഉണ്ട് ഈ സാധനം, ഈ തലയോട്ടിയുടെ പടമുള്ള സംഘടനകള്. ഫാൻഡം എന്ന് പറഞ്ഞൊരു സംഘടന പണ്ടുണ്ടായിരുന്നു, ഫാൻഡം. പണ്ട് ഈ ഫാൻഡം എന്ന് പറയുന്നത് ഈ കാർട്ടൂൺ വലിയ കഥാപാത്രമാണ് ഫാൻഡം. അപ്പൊ അതിന് ഇൻസ്പിറേഷൻ വന്നിട്ടാണ് എനിക്കൊന്ന് റോൾസ് റോയ്സോ മറ്റോ ഫാൻഡം കാർ തന്നെ ഇറക്കിയിട്ടുണ്ട്, ഫാൻഡം കാർ റോൾസ് റോയ്സിന്റെ. അപ്പം ഇങ്ങനെ ഒരു ഇതുണ്ട്. അന്ന് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. കേരളത്തിൽ ഡിങ്കൻ പാർട്ടി ഇല്ലായിരുന്നു, ഡിങ്കൻ മതമില്ലേ കേരളത്തിൽ. വന്നൊരു പ്രതിഭാസം മാത്രമാണ് ഈ പാർട്ടികൾ ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം. കാരണം ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ടാണ് ലൈക്ക് എണ്ണി നോക്കിയിട്ട് പിന്തുണ ഉറപ്പാക്കുന്നത്. ലൈക്ക് എണ്ണി നോക്കി പിന്തുണ കിട്ടുമായിരുന്നെങ്കിൽ കെ സുരേന്ദ്രൻ പണ്ടേ കേരള മുഖ്യമന്ത്രി ആയേനെ. അദ്ദേഹത്തിന് കിട്ടുന്ന ലൈക്കൊന്നും ഇതുവരെ BJP വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അത് ഫോളോവേഴ്സ് ലൈക്കൊക്കെ സ്വാഭാവികമായിട്ട് വരും. നമ്മൾ നാളെ എന്തെങ്കിലും ഒരു മാക്കാപ്പേച്ച് പണിയെടുത്ത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ലൈക്ക് കിട്ടും. ലൈക്ക് എണ്ണി നോക്കിയിട്ട് കാര്യമുണ്ടോ? ലൈക്ക് എണ്ണി നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മത്സരിക്കുന്ന BJP ഒരു 10-30 സ്ഥാനാർത്ഥികളെങ്കിലും ജയിക്കേണ്ടതാണ്. ഒടുക്കത്തെ ലൈക്കല്ലേ ഇവരുടെ പോസ്റ്റൊക്കെ ഇടുമ്പോഴത്തേന് 10,000-10,000 ലൈക്കൊക്കെയാണ്. നമ്മൾ കണ്ണു തള്ളിയിട്ടുണ്ട് ഈ ലൈക്കൊക്കെ എവിടുന്ന് വരുന്നു ഈ ടീമിനെന്ന്. നാട്ടിലിറങ്ങിയ ഒരാൾക്ക് പോലും ഈ ആളാരാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല സ്വന്തം നാട്ടില്. ആ വ്യക്തിക്കാണ് ലോകമെമ്പാടുന്ന് 15,000-20,000 ലൈക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ അതിലൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് സൂക്ഷിക്കേണ്ടതായ ഒരു വിഷയമാണ്. മാർക്ക് റൂബിയോ പറഞ്ഞ് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനം. റൂബിയോ വന്നത് അദ്ദേഹം ഒഫീഷ്യലായി നൽകുന്ന ഒരു വിശദീകരണം 1792 ലോകത്തിലെ 2ാമത്തെ അമേരിക്കൻ കോൺസുലേറ്റ് തുറന്ന സ്ഥലം കൊൽക്കത്തയാണ്. ഏറ്റവും പഴക്കമേറിയ കോൺസുലേറ്റ് സ്ഥിതി ചെയ്യുന്നതും കൊൽക്കത്തയാണ്. അതിന്റെ വാർഷിക ആഘോഷത്തിനാണ് അദ്ദേഹം കൊൽക്കത്തയിൽ എത്തിയത്. ഇത് സദുദ്ദേശത്തിൽ മാത്രമാണ്, നമ്മൾ ആ അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത്. അതിന്റെ മറ്റൊരു ഉദ്ദേശമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്.